കേന്ദ്ര സർക്കാർ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏതാണ്ട് 4 വർഷത്തോളം അഥവാ 9ാം ക്ലാസ് മുതൽ +2 വരെ പ്രതിമാസം 1000 രൂപ നിരക്കിൽ ഒരു വർഷം 12,000 രൂപ വരെ സ്കോളർഷിപ്പ് കിട്ടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പ് പദ്ധതിയാണ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് അഥവാ NMMS എന്ന് പറയുന്നത്. അങ്ങനെ ആ സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ചിട്ടുള്ള കോട്ട എന്ന് പറയുന്നത് 3473 ഈ 3473 കേരള സർക്കാർ വ്യത്യസ്ത ജില്ലകൾക്കായി വിഭജിച്ചു കൊടുത്തു. അങ്ങനെ അതിൻ്റെ പരീക്ഷ നടത്തി റിസൾട്ട് വന്നു. പക്ഷേ റിസൾട്ട് വന്ന ശേഷം നമ്മളതിൽ ഓരോ ജില്ലയ്ക്കും വ്യത്യസ്തമായിട്ടുള്ള കട്ട് ഓഫാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. അത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ജില്ലകൾക്കിടയിൽ കട്ട് ഓഫിൽ വലിയ അന്തരമുണ്ട്, വ്യതിയാനം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയാണ്. 141 മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ്. 112 കോട്ടയം ജില്ലയുടെ കട്ട് ഓഫ്. ഏതാണ്ട് 29 മാർക്കിൻ്റെ വ്യത്യാസം ഈ രണ്ട് ജില്ലകൾ തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 139 മാർക്ക് കിട്ടി ഒരു മലപ്പുറം ജില്ലയിലെ ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നില്ല. പക്ഷെ അതേസമയം 112 മാർക്ക് കിട്ടിയിട്ടും കോട്ടയം ജില്ലയിലെ ഒരു വിദ്യാർത്ഥിക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. കുട്ടികൾ മലപ്പുറം ജില്ലയിലും മലബാറിലൊക്കെ പ്രത്യേകിച്ചും ഇതിന് വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി ത്യാഗങ്ങൾ സഹിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് അവർ NMMS സ്കോളർഷിപ്പിന് വേണ്ടി തയ്യാറാവുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ തയ്യാറായിട്ടും 139 മാർക്ക് കിട്ടിയിട്ടും ഒരു കുട്ടിക്ക് മലപ്പുറം ജില്ലയിൽ സ്കോളർഷിപ്പ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ആ കുട്ടികൾക്കും ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്കും വലിയ മാനസിക സമ്മർദ്ദവും മാനസിക വിഷമവും ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരള സർക്കാർ ഈ വ്യത്യസ്തമായിട്ടുള്ള കട്ട് ഓഫുകൾ നിശ്ചയിച്ചെടുത്ത് വലിയ അശാസ്ത്രീയതയുണ്ട്, വലിയ പിശക് സംഭവിച്ചിട്ടുണ്ട്. അതിനെതിരെ വലിയ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ രൂപപ്പെടേണ്ടതുണ്ട് എന്നാണ് ഫെർട്ടിലിറ്റി മൂവ്മെൻറ്റിന് പറയാനുള്ളത്. ഞാൻ മലപ്പുറം പാലക്കാട് ജില്ലയുടെ ബോർഡറിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീടിനടുത്ത് 2 ജില്ലകളിലും പഠിക്കുന്ന അഥവാ 2 ജില്ലകളിലും NMMS പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ട്. അതിൽ 129 പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ്, 141 മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ്. അപ്പോൾ ഒരേ സ്ഥലത്ത് താമസിക്കുന്ന അയൽവാസികളായിട്ടുള്ള തൊട്ടടുത്ത് കൂട്ടുകാരായിട്ടുള്ള കുട്ടികൾക്കിടയിൽ ഇങ്ങനെയുള്ളൊരു വ്യത്യാസം അവർക്കിടയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ കുട്ടികൾക്കിടയിൽ വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കേവലം NMMSൻ്റെ മാത്രം വിഷയമല്ല. നമ്മുടെ ഈ കേരളത്തിൽ നിലനിൽക്കുന്ന മലബാറിനോടുള്ള സവിശേഷമായിട്ടുള്ള സാമൂഹിക വിദ്യാഭ്യാസ വിവേചനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിവേചനത്തെ ഫെർട്ടിലിറ്റി മൂവ്മെൻറ്റ് മനസ്സിലാക്കുന്നത്. കേരള സർക്കാർ ഈ വിഷയത്തിൽ ഗൗരവമായി ഒരു നടപടിയെടുക്കണം. ഭാവിയിലെങ്കിലും NMMS പരീക്ഷ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഈ പരീക്ഷയിൽ ഈ വിഷമം അനുഭവിക്കുന്ന ഈ കട്ട് ഓഫ് വ്യതിയാനങ്ങൾ വിഷമം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷിതാക്കളോടും മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രത്യേകമായി ഐക്യദാർഢ്യപ്പെടുകയാണ്. അവരുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അവരുടെ പ്രതിഷേധങ്ങൾ പൊതുമധ്യത്തിൽ എത്തിക്കുകയും ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.